ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം തിരുവോണ ദിവസമാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഓണമായിട്ട് ഞാൻ രാത്രി തന്നെ സാമ്പാറിനുള്ളത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറൊന്ന് വെച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് പരിപ്പൊക്കെ എടുത്ത് കുക്കറിൽ കഴുകി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിനകത്തോട്ടിട്ട് വെക്കാം. ഞാൻ സെപ്പറേറ്റ് ഒന്നും വേവിക്കാനായിട്ട് നിൽക്കത്തില്ല. ഞാൻ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കുക്കറിലിട്ട് നമ്മുടെ മുളക് പൊടിയും അതിൻ്റെ പൊടികളെല്ലാം ഞാനൊന്ന് ചൂടാക്കി കുക്കറിനകത്തോട്ട് തന്നെ ഇട്ടു. ഞാൻ ഒന്നിച്ചിട്ട് വേവിക്കേ. അപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് തിളച്ച് വെള്ളം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂണും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാമ്പാറിന് ഉള്ളത് അടപ്പേ വെച്ചു, റെഡിയാക്കാനായിട്ട് വെച്ചു. പിന്നെ ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാൻ, കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ രാത്രിയിൽ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവൊക്കെ ഏകദേശം പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. അയ്യപ്പൻ അമ്പലത്തിലോട്ടാണ് വന്നത്. അപ്പോൾ അപ്പനും മക്കളും ഒക്കെ ഇന്ന് മുണ്ടാണേ. എൻ്റെ ചെറുത് വരെ ഇന്ന് മുണ്ടൊക്കെയാണ്. മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വന്നു. അപ്പം ഞാൻ ധാവണിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പണ്ടേ ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ധാവണി. അന്നൊന്നും നമുക്ക് എപ്പോഴും മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്നും ഞാൻ ഒരു വട്ടം പണ്ട് ഞാൻ ഉടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്കതിന് ഉള്ള സാഹചര്യമൊന്നും അന്നില്ലായിരുന്നു. എന്താ പറയുക, അന്ന് ഉടുക്കണം എന്ന് തോന്നിയ സമയത്ത്. ഇനി ഇപ്പോഴാണെങ്കിലും അപ്പം നമ്മുടെ എന്താ പറയുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സാധിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അപ്പൂസാണേലും പറയാറുണ്ട്, നിനക്കിഷ്ടമുള്ളത് നീ ഡ്രസ്സ് ഇടുകയോ, ഇപ്പോഴല്ലേ അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മേടിച്ചതാണേ. അപ്പോൾ എനിക്ക് ധാവണി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് തൊഴുകാൻ കയറുന്നതിന് മുമ്പേ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ അത്തപ്പൂക്കളമാണ് അത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി നേരെ വീട്ടിൽ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടായിരുന്നു പോയത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് അവിയലിനുള്ള കഷ്ണമൊക്കെ അടപ്പയിലോട്ടാക്കി കേട്ടോ. അടപ്പയിലോട്ടാക്കിയിട്ട് എന്താ പറയുന്നത്, അപ്പോൾ നമ്മൾക്ക് പരിപ്പ് കറി വെക്കാനായിട്ട് ചെറുപയർ നോക്കിയപ്പം ചെറുപയർ ഇട്ട് വെച്ചിരുന്നത് തീർന്നു പോയി. അപ്പം ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിടുവാണേ. ഓ കേടായോ? ടി വി കേടായോ? കമ്മി ടി വി ഉണ്ട്. നമ്മുടെ കുഞ്ഞാണ്. ആരൊരു കുഞ്ഞ? ആരാണ് കുഞ്ഞാഞ്ഞി? ആര് കുഞ്ഞാഞ്ഞി? വാവയാണോ? വാവയുടെ പേരെന്തുവാ? ടി വി വെക്കാം. ഓ, അങ്ങനെ പയർ കഴുകി അടപ്പയിൽ വേവിക്കാനായിട്ട് വെച്ച് കേട്ടോ. അതിനുശേഷം ഞാനാണെങ്കിൽ അവിയലിന് വെച്ച കഷ്ണങ്ങളിൽ ഒരു തക്കാളിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തിളച്ച് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തക്കാളിക്കയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ.
എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത്? പലരും പല രീതിയിലല്ലേ വെക്കുന്നത്. അപ്പം ഞാൻ സാധാരണ ഞാനിങ്ങനെ എന്താ പറയുക, അവിയൽ വെക്കുമ്പോൾ ഞാൻ നമ്മുടെ വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞാണ് പുളിക്കായിട്ട് ഒഴിക്കുന്നത്. എന്നാലും തക്കാളിക്ക് ഒരെണ്ണം ഇടും, കൂടുതലിടത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം വെക്കുന്നതിന് അത് ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട്. നമുക്ക് പലതരത്തിൽ വെക്കാമല്ലോ. ഈ പ്രാവശ്യം നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്നതിനകത്ത് എന്താണേലും പുളി ഒഴിക്കുന്നില്ല. ഞാൻ ഓർത്തു തൈര് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ തക്കാളിക്കൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് മൂടി വയ്ക്കണം. ഇനിയിപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഇഞ്ചിക്കറിയും പച്ചടിയൊക്കെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം ക്യാബേജ് തോരൻ വെക്കണം. അതിന് ക്യാബേജ് എടുത്തു കേട്ടോ. അപ്പം രാവിലെ നമുക്ക് നല്ല ഒരു പണിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തകൃതിയായിട്ട് മഴ നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മഴ. ഇത്രയും ദിവസം അധികം മഴയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അടിപൊളി മഴയാണ്. നമുക്കാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോവുകയും വേണം. ഒരവസ്ഥയായിപ്പോയി. മഴ പോയോടാ? കുറഞ്ഞു കേട്ടോ. പറഞ്ഞോ? നിന്നാ ഭാഗ്യം. അങ്ങനെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അപ്പൂസ് പോയി നോക്കിയിട്ട് പറഞ്ഞ് മഴ കുറഞ്ഞു, മഴ കുറയുന്നുണ്ട്. എനിക്കറിയില്ല, ഭയങ്കര മഴയായിരുന്നു. രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴേ നല്ല മഴക്കോളായിരുന്നു. കുറച്ച് ദിവസം കൂടി മഴയോ ഒന്നും ഇല്ലാതിരിക്കുമായിരുന്നു, ഒരാഴ്ചയായിട്ട്. തിരുവോണ ദിവസം ആയപ്പോഴത്തേക്കും നല്ല മഴക്കോളും, വീട്ടിലോട്ട് വന്ന് കയറിയതും ഭയങ്കര മഴ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ നിർത്താതെ നന്നായിട്ട് പെയ്തു. അപ്പം നമുക്ക് അമ്മയുടെ അടുത്തൊക്കെ പോകാൻ വേണം. മഴയായി കഴിഞ്ഞാൽ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുമാണ്. നമ്മൾ വണ്ടിയിലാണല്ലോ പോകുന്നത്. അപ്പം അവിടെ വരെ പോകാനാണ് 1.5 മണിക്കൂർ എടുക്കുകയും ചെയ്യും. അപ്പം ഞങ്ങൾ കാപ്പികുടിയും ഊണൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഞാനങ്ങനെ ക്യാബേജൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പം അപ്പൂസ് പറയുമായിരുന്നു, ചോപ്പറിലിട്ട് അരിഞ്ഞുകൂടായോ, പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ. അപ്പം അമ്മയുടെ ഒരു ചോപ്പർ, അമ്മ അന്നേ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ആ നൂല് വലിക്കുന്നത്, അതൊന്ന് ലൂസായിട്ട് അമ്മ അതൊന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് തന്നതായിരുന്നു. അന്നത് റെഡിയാക്കി അവിടെ വെച്ച് അമ്മയും കൊണ്ടുപോയില്ല, അത് അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തോട്ടിട്ട് ഇത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കഴുകാനായിട്ടിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴുകിയെടുത്ത് നോക്കിയപ്പം അത് പിന്നെയും കേടായിപ്പോയി കേട്ടോ. ഒന്നിനും കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. വേറെ ചോപ്പർ എനിക്കൊരെണ്ണമുണ്ട്, പക്ഷേ എനിക്കെന്തോ ക്യാബേജൊക്കെ അരിയാൻ ഇങ്ങനെ പെട്ടെന്ന്, ഞാൻ എപ്പോഴും ചോപ്പറിലിട്ട് അരിയാറൊന്നുമില്ല കേട്ടോ. എനിക്ക് കൈ കൊണ്ട് അരിയുമ്പോൾ തന്നെ ഒരു സമാധാനം. അപ്പോൾ കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചിട്ട് വിസിൽ വരുന്നില്ല, സൗണ്ടില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ഇറച്ചി നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് കിട്ടിയവൻ. എൻ്റെ കുക്കറൊക്കെ കുറേ പഴയതായി, കാരണം അതിനകത്ത് എന്താണെന്നറിയില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ സൗണ്ട് വിസിൽ വരും, അതിൻ്റെ വെയിറ്റ് നന്നായിട്ട് പോകും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരച്ച് നിൽക്കും. അപ്പോൾ പുള്ളി അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിയലിന് അരപ്പ് ചേർത്ത് കേട്ടോ. എന്തോ തട്ടലും കുട്ടലും കേൾക്കുമ്പോഴേ നോക്കിക്കേ, അവിടെ പുറത്തിരിക്കുന്ന കാസറോള്. അങ്ങനെ അവിയലിന് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവാണ്. ഞാനിങ്ങനെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി. ആ സമയമായപ്പോൾ എൻ്റെ ചെറിയ മോൻ അവിടെ വഴക്ക്, അവന് വിശക്കുന്നു. അങ്ങനെ പുള്ളി നമ്മുടെ കൂടെ അങ്ങനെ ഇരുന്ന് ഇച്ചിരി കഴിപ്പ് കുറവാണ്. അപ്പം അങ്ങനെ പുള്ളിക്ക് ഇഡ്ഡലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുത്ത് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, അങ്ങനെ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് അങ്ങ് സമയം പോയിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ അവിയലിൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ വാങ്ങാറായി. ഞാൻ അപ്പം അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ എന്താ പറയുക,
നമ്മൾ പച്ചരിയും ഒക്കെ വെച്ചായിരുന്നല്ലോ തലേന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈര് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ബാക്കിയെന്ന് പറഞ്ഞാൽ ഇനി മോരുകറിയും കൂടെ വെക്കണം. അപ്പം രണ്ടിനും കൂടെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ, അവിയലിനകത്തോട്ട് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തു. തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ഒഴിച്ച് കൊടുത്തത്. തൈര് ഒഴിച്ച് കൊടുത്ത് ഇളക്കി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി കേട്ടോ. ഇതാണ് അവസ്ഥ. മഴ. ഇതാണ് അവസ്ഥ. മഴ രാവിലെ തൊട്ട് നന്നായിട്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു, നല്ല മഴയായിരുന്നു. ഇപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് മഴയുടെ പവറൊന്ന് കുറച്ചു എന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെ പോകുമെന്നൊക്കെ ആലോചിച്ച് അതായിരുന്നു ടെൻഷൻ മൊത്തവും കേട്ടോ. കറി വയ്ക്കുമ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒക്കെ അതായിരുന്നു ഓർക്കുന്നത്. അയ്യോ മഴ തോർന്നില്ലല്ലോ, എങ്ങനെ പോകും എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടു, പച്ചമുളകും ഇഞ്ചിയും എന്താ പറയുക ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഞാൻ തേങ്ങയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടി തന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തു. ഞാൻ അരപ്പൊന്നും ഒതുക്കാനായിട്ടൊന്നും നിന്നില്ല. എന്നിട്ട് കടുവൊക്കെ താളിച്ച് അടപ്പയിലോട്ട് വേവാനായിട്ട് വെച്ചു കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആവിയിലിരുന്ന് അത് നന്നായി വേവട്ടെ. ആ സമയം കൊണ്ട് ഞാനുണ്ടല്ലോ നമുക്ക് പായസം വെക്കണമല്ലോ. അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് നമ്മുടെ ഈ ഉഴുന്ന് പരിപ്പെന്നും പറയും. ഞാനതിനെ അങ്ങനെ ഉഴുന്ന് പരിപ്പെന്നാണ് പറയുന്നത്, പക്ഷേ ചെറുപയർ പരിപ്പ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ചെറുപയർ പരിപ്പ് പായസമാണേ. അപ്പം അതിനായിട്ട് ചവ്വരിയൊക്കെ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് കേട്ടോ. കുറച്ച് ചവ്വരി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു. അപ്പോഴത്തേക്ക് നമ്മൾ പരിപ്പ് കറി വെക്കാനായിട്ട് ചെറുപയർ കുക്കറിൽ വേവിക്കാൻ വെച്ചായിരുന്നല്ലോ, അതൊക്കെ വെന്ത് വന്ന് അതൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ അതിനുള്ള അരപ്പൊക്കെ തേങ്ങയൊക്കെ എടുത്ത് ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് പരിപ്പും ഒക്കെ ചേർത്ത് കറിയാക്കാനായിട്ട് അടുപ്പ് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് കറിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കറിയാക്കി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം കടുവും കൂടെ താളിച്ചെടുത്താൽ പരിപ്പ് കറി റെഡിയായേ. അപ്പോൾ ഏകദേശം തോരനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചു, അതിൻ്റെ അടപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ആവിയിൽ ചെറുതീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുമായിരുന്നേ. അപ്പം ചവ്വരിയൊക്കെ പായസം വെക്കാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇല്ല പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കറിയെല്ലാം റെഡിയായി കഴിയുമ്പോഴായിരിക്കും ചോറിൻ്റെ കാര്യം ഓർക്കുന്നത്. അതെൻ്റെ കെട്ടിയവനും ഇടയ്ക്ക് വന്ന് പറഞ്ഞു, കറിയെല്ലാം റെഡിയായിട്ട് സമയമാകുമ്പം ചോറുണ്ടാവുമെന്ന് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ. അപ്പം നമ്മൾ നമ്മുടെ മട്ടയരി ഉണ്ടല്ലോ, അതാണ് ചോറ് വയ്ക്കാനായിട്ട് നമ്മളിങ്ങനെ അങ്ങനെ കഴിക്കാറില്ല. നമുക്ക് അതിനോട് വലിയ ഇതില്ല. ഇങ്ങനെ വിശേഷം വരുമ്പോൾ വിഷു ഓണമൊക്കെ വരുമ്പോൾ അങ്ങനെ ആ അരിയിട്ട് ചോറ് വയ്ക്കത്തുള്ളൂ കേട്ടോ. പിന്നെ പനിയോ അങ്ങനെയൊക്കെ കഞ്ഞി കുടിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കും. അപ്പം അരിയൊക്കെ ഞാൻ കുക്കറിനകത്തോട്ടാക്കി. അങ്ങനെ അരിയൊക്കെ അവിടെ നിന്ന് ചോറാവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് പരിപ്പെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിന് ഞാനൊരു 3/4 ഗ്ലാസ് പരിപ്പാണ് എടുത്തത്, ചെറുപയർ പരിപ്പ്. എന്നിട്ട് ഞാൻ ഉരുളിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇടയ്ക്ക് കുഞ്ഞ് വിളിച്ച് അങ്ങോട്ടൊന്ന് മാറിയപ്പോൾ ഇടയ്ക്കൊന്ന് അടുക്കി പിടിച്ച് കേട്ടോ. അതിനകത്ത് 1-2 1 2 കുറച്ച്. അപ്പം ഞാൻ കുറേയൊക്കെ പെറുക്കി കളയാൻ നോക്കി. എന്നിട്ട് ബാക്കിയൊക്കെ അതിൽ തന്നെ ഇട്ട് കേട്ടോ, സമയമില്ലാത്തത് കാരണം. എന്നിട്ട് ആ ചൂട് പരിപ്പിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിനകത്തോട്ട് ഇട്ട് കേട്ടോ. പരിപ്പും നമ്മുടെ ചവ്വരിയും കൂടെ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അടപ്പയിലോട്ട് കുക്കറിനകത്ത് വെച്ച് കേട്ടോ. ചവ്വരി വെന്തൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ, പയർ മാത്രമേ വേവുള്ളൂ. ചവ്വരി വേവും, എന്നാലും ഉടഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പം അത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിനകത്തോട്ട് വെച്ചു. കുക്കറിനകത്തോട്ട് വെച്ചതിന് ശേഷം ഞാനുണ്ടല്ലോ നമ്മുടെ ശർക്കര എടുത്തു. അപ്പോൾ ശർക്കരയായിരുന്നു. ഞാൻ ആവുന്ന കുറേ നോക്കി അതിങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ടൊക്കെ കുറേയൊക്കെ ഇടിച്ചൊക്കെ നോക്കി, കുറേയൊക്കെ പൊട്ടിച്ചു, കുറച്ചൊക്കെ അല്ലാതെ തന്നെ ഇട്ട് ആ ഉരുളിക്കകത്തോട്ട് തന്നെ ഞാൻ അതിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി
അതും വെച്ചു ഒരു അടുപ്പിലോട്ട്. അതിന് ശേഷം ഞാനാണെങ്കിൽ തേങ്ങയൊക്കെ സത്യം പറഞ്ഞാൽ രാത്രി അപ്പൂസ് തിരുമ്മി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു ആശ്വാസമായിരുന്നു, പെട്ടെന്ന് ജോലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയോളം ഞാൻ എടുത്തു കേട്ടോ. മിക്സിയുടെ വലിയ ജാറിനകത്തോട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുത്ത് കേട്ടോ. 1-ാം പാലും 2-ാം പാലും ഒക്കെ ആയിട്ട് അരിച്ചെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടി കേട്ടോ. പരിപ്പൊക്കെ വെന്തതിന് ശേഷം ഞാനത് നന്നായിട്ട് ഉടച്ചു. എന്നാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാടങ്ങ് ഉടച്ചിതാക്കണ്ട. കാരണം പരിപ്പാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒന്ന് കഴിക്കുമ്പോൾ കടിക്കണമല്ലോ, പരിപ്പിൻ്റെ ഒരു ചെറിയൊരു അപ്പം അങ്ങനെ അത് വെന്ത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആ ഉരുളിയിലോട്ട് ശർക്കരപ്പാനിയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ആ ഉരുളിയിൽ നിന്ന് മാറ്റിയിട്ട് ഉരുളി കഴിയെടുത്ത് ആ ഉരുളിയിൽ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വെന്തിരിക്കുന്ന പരിപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി, അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം എന്താ പറയുക, നമ്മുടെ പായസത്തിന് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് നല്ലതുപോലെ പിടിക്കുന്നത് പോലെ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മുടെ 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അങ്ങനെ അതവിടെ നിന്ന് തിളച്ച് ആ സമയത്ത് ഞാൻ നമ്മുടെ ഏലക്ക ഒന്ന് നമ്മുടെ ഈ കല്ലിലിട്ട് ഇടിച്ചു. കാരണം നമുക്ക് പൊടിക്കാൻ മിക്സിയുടെ ജാറിലിട്ട് അത്രയ്ക്ക് പൊടിയത്തില്ലല്ലോ. അത് കാരണം നന്നായിട്ട് പൊടിച്ച് എൻ്റെ മോൻ നന്നായിട്ടൊന്ന് പൊടിച്ച് തന്നവൻ. എന്നിട്ട് ഞാനത് നമ്മുടെ പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പുമൊക്കെ ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പായസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പായസം തരാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ പായസമാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി വിചാരിക്കുന്നത് ഞാൻ സേമിയ പായസം മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. നമ്മൾ ശർക്കര ഇട്ട് പായസം വെച്ചാൽ അവൻ കുടിക്കത്തില്ല, അവന് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ചോദ്യമൊക്കെ കേട്ടാൽ പുള്ളി ഇപ്പം കഴിക്കുമെന്ന് തോന്നും, കഴിക്കത്തില്ല. അപ്പോൾ കുഞ്ഞ് വന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് ഒരു അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പൊക്കോ എന്ന്. കാരണം എനിക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അടുപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അവൻ വരുമ്പം ഭയങ്കര പേടിയാണ് ഉള്ളിൽ. കാരണം നമുക്ക് ഒരുപാട് സ്ഥലം ഈ അടുക്കളയിലില്ലല്ലോ. അത് കാരണം കുഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും വരുമ്പോൾ പിന്നെ പരമാവധി ഞാൻ അവനോട് പറയും അപ്പുറത്ത് പോയിരിക്കും മോനെ എന്ന് പറഞ്ഞു വിടും. പേടിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ അവനെ പറഞ്ഞ് അപ്പുറത്തോട്ട് വിട്ടു. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ആൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി ഞാൻ 1-ാം പാലൊക്കെ ഒഴിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ പായസവും സദ്യയ്ക്കുള്ള എല്ലാം റെഡിയായി കേട്ടോ. ഞങ്ങളുടെ സദ്യ എല്ലാം റെഡിയായി, കറികളും. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. അപ്പം ആദ്യമേ നമ്മളല്ലാതെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്താ പറയുക, ആദ്യമേ എടുത്തു വെച്ചു എന്ന് പറഞ്ഞത് നമ്മൾ ഇലയിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് വെക്കുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചു. അതിനുശേഷം ഞങ്ങൾ 4 പേരും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇലയിട്ട് ഉപ്പൊക്കെ വിളമ്പിയ സമയത്തിന് ഇല തിരിഞ്ഞു പോയി. പിന്നെ ഞാൻ അതൊക്കെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം അപ്പൂസാണ് എല്ലാവർക്കും വിളമ്പുന്നത്. എൻ്റെ ചെറിയ മോൻ വന്നിരിക്കുക, വിളമ്പെന്നൊക്കെ പറഞ്ഞിരിക്കുക. പുള്ളിയുടെ ഇപ്പൊക്കെ കണ്ടാൽ ഇപ്പം കഴിക്കും, പുള്ളി കഴിക്കത്തൊന്നുമില്ല. പപ്പടവും ചിപ്സും ഒക്കെ തിന്നാനായിട്ട് മാത്രം വന്നിരിക്കുക കേട്ടോ. അങ്ങനെ പായസവും എല്ലാം ഞങ്ങൾ പായൊന്നും ഇട്ടില്ല. നമ്മൾ സ്ഥിരം ഇങ്ങനെ തറയിലാണല്ലോ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പായോ ഇതൊന്നും ഇടണമെന്നൊന്നുമില്ല. അപ്പം എല്ലാം വാരി വലിച്ചിട്ടേക്കുക. ഇവിടെ ചെറുതിൻ്റെ കളിയാണ്, എപ്പോഴും ഇങ്ങനെ ഒതുക്കി പെറുക്കി നമ്മൾ നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ സദ്യയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് എല്ലാം വിളമ്പി. അങ്ങനെ കണ്ടോ, ഇതാണ് അവസ്ഥ. അവൻ വിളമ്പെന്നൊക്കെ പറഞ്ഞ് ഒരു പിടി പോലും കഴിക്കത്തില്ല കേട്ടോ. അപ്പം കൊടുത്താലാണ് പിന്നെയും ഒന്ന് കഴിക്കുന്നത്. അത് കാരണം ഒന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നുമില്ല. പിന്നെ ഞാൻ കൊടുക്കുമ്പം പേടിപ്പിച്ചൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇന്ന് ഓണമാണല്ലോ, ഇന്നും നമ്മൾ പേടിപ്പിച്ച് കരയിപ്പിച്ചൊക്കെ ആഹാരം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം അവൻ അങ്ങനെ ഇരിക്കട്ടെ എന്നോർത്ത് അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു, കഴിച്ചു. ഇനി കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക്. മഴയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് തോർന്നു കേട്ടോ. എന്നാലും മഴക്കോളൊക്കെ ഉണ്ട്, തോർന്നു.
അപ്പോൾ ഇനി കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ അമ്മയുടെയൊക്കെ അടുത്തോട്ടൊന്ന് പോകാനായിട്ട്. അപ്പോൾ അമ്മയൊക്കെ വരാത്തത്, അമ്മയൊക്കെ വിളിച്ചാലും വരത്തില്ല. കാരണം അവിടെ വേറെ ആൾക്കാരും ഉണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അമ്മയ്ക്ക്. അത് കാരണം അവരെ വിളിച്ചാലും അവരിങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെയൊക്കെ അടുത്തോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.